ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. വ്യത്യസ്തമായതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെക്കുക. ഓവൻ ഇല്ലെങ്കിൽ കട്ടിയുള്ള കടായിലോ നോൺ സ്റ്റിക്ക് പാനിലോ ഉണ്ടാക്കാം. ഈ പാത്രത്തിലാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് ബ്രെഡ് ബേക്ക് ചെയ്യുന്ന പാത്രമാണ്. ഇത്രയും ഹൈറ്റിലാണ് ബാറ്റർ ഒഴിക്കുന്നത്. ഇതില്ലെങ്കിൽ ഇതുപോലെ നീളമുള്ളതോ ഓവൽ ഷേപ്പുള്ള പാത്രമോ എടുക്കാം. ഇതിൽ നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വയ്ക്കുക. ഇനി ബാറ്റർ ഉണ്ടാക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വനില എസൻസ്, 2 മുട്ട, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ബട്ടർ ഉണ്ടെങ്കിൽ അതിടാം, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടി കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 നുള്ളുപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുക. ഒരു ഫോർക്കോ ബാർബിക്യൂ സ്റ്റിക്കോ ഉപയോഗിച്ച് അടിയിലെ ബാറ്റർ ഒട്ടും തന്നെ ഇളകാതെ സാവധാനം ഇളക്കുക. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്കും ഇത് വേഗം ഉണ്ടാക്കി കഴിക്കാം. അധികം സമയം വേണ്ട. ഒരു നേരത്തേക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈസസ് ഇതുപോലെ 2 ആക്കി വെക്കുക. അതിനുശേഷം സോസേജ് വെക്കുക. ഇവിടെ ഞങ്ങൾക്ക് ചെറുതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് 4 എണ്ണം വെക്കുന്നത്. വലുതാണെങ്കിൽ 2 സോസേജ് വെച്ചാൽ മതി. ഇനി മൊസറല്ല ചീസ് ഇടാം. ക്രഷ് ചെയ്തതാണ് കിട്ടുന്നതെങ്കിൽ അതിടാം. അതില്ലെങ്കിൽ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിടുക. ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അതിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. 175 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വെക്കുക. ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ 30-35 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം.
ബാറ്റർ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുക്കാം. നാല് സൈഡും ഒരു സ്റ്റിക്കോ കത്തിയോ കൊണ്ട് ഇളക്കി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്യാം. അങ്ങനെ സ്പെഷ്യൽ ചീസ് സോസേജ് ബ്രെഡ് റെഡി. ചീസുള്ള കാരണം ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. നല്ല സോഫ്റ്റും ആയിരിക്കും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.